ഇവിടെ തളിയാനേ പനിനീര്, ഇവിടെ തളിയാനേ പനിനീര്, ആന ഇവിടെ തളിക്കാൻ. എവിടെ ഇങ്ങനെ പറഞ്ഞാലൊന്നും ഈ ആന പനിനീര് തളിക്കില്ല. ഇത് സാധാരണപ്പെട്ട ആനയൊന്നുമല്ല, സൂപ്പർ സ്റ്റാറാണ്. ബാഹുബലി ഫെയിം ചിറക്കൽ കാളിദാസൻ. അപ്പോൾ കാളിദാസിൻ്റെ ഉടമസ്ഥൻ ചിറക്കൽ മധുചേട്ടനാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഇത് പാപ്പാൻ. ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് വിനോദ്. വിനോദ്. എത്ര വർഷമായി ഈ ആന? എൻ്റെ അടുത്ത് വന്നിട്ട് 24 വർഷത്തോളമായി. 24 വർഷത്തോളമായി. എത്ര കാലമായി ഈ ആന പരിപാടി ഇങ്ങനെ ആനയായിട്ട്? ഒരു 35 വർഷത്തെ. എത്ര ആനകളോളം ഉണ്ടായിരുന്നു? 5 എണ്ണം വരെ ഉണ്ടായിരുന്നു. അതെയല്ലേ. അപ്പോൾ ചേട്ടാ, ഈ കോവിഡ് കാലത്ത് മൊത്തത്തിൽ എല്ലാവരും പ്രതിസന്ധിയിലും പട്ടിണിയിലുമാണെന്ന് വേണമെങ്കിൽ പറയാം. അതിനിടയിൽ ഇത്രയും വലിയ ആനയെ എങ്ങനെ തീറ്റിപ്പോയിട്ടുന്നു? വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ ഈ മിണ്ടാപ്രാണിയല്ലേ, അതെ, നമ്മൾ തിന്നാൻ കൊടുക്കാതിരിക്കാൻ രക്ഷയില്ല. നമ്മൾ ചങ്ങലയും വിട്ട് വളർത്തുന്ന ഒരു സാധനം, അപ്പോൾ തിന്നാൻ കൊടുത്തേ പറ്റൂ. അതെല്ലേ. ഒരു ദിവസം എത്ര ചിലവ് വരും? ഒരു 4000 രൂപയിലും മേലെ ചിലവ് വരും. ചേട്ടാ, ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ആനയും കൊണ്ട് ഉത്സവങ്ങൾക്കൊക്കെ പോയിട്ട്? ആനയും കൊണ്ട് ഉത്സവത്തിന് പോകുമ്പോൾ ഇത് വലിയ ആനയായ കാരണം എവിടെ ചെന്നാലും നമുക്ക് നല്ലൊരു ഇതാണ്, രാജകീയ പദവിയാണ്. ഇതാണ് ആനയ്ക്ക് കൊടുക്കുന്ന ഒരു സ്നേഹം നമ്മൾ തരുന്നുണ്ട് കമ്മിറ്റിക്കാർ. പിന്നെ ഒരുപാട് ആനപ്രേമികളുണ്ട്, അവരൊക്കെ നല്ലൊരു ഇതാണ്. ഇപ്പൊ ഈ ഇലക്ഷൻ കാലമായിട്ട് എന്താണ് ചേട്ടന്റെ അനുഭവങ്ങൾ? ഇലക്ഷനൊന്നും ആനകളെ ഉപയോഗിക്കില്ല. പണ്ടുണ്ടായിരുന്നു, അതാണ് പണ്ട് സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ 2-4 വർഷമായിട്ട്, 4 വർഷം പോരാ, അതിലും കൂടുതലായിട്ട് ആനകൾ ഇലക്ഷനൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഒരു ഭയങ്കര നിയമങ്ങൾ വന്നിട്ടുണ്ട്, കർശന നിയമങ്ങളാണ്. അതെ അല്ലേ. വളരെ 10 വർഷം മുന്നേ ഞാനൊരു ഇവിടെ പഞ്ചായത്ത് ഇലക്ഷന് മത്സരിച്ചിരുന്നു. സ്ഥാനാർത്ഥിയായിരുന്നു. എന്നിട്ട് വിജയിച്ചു. അന്ന് വളരെ ആനയെ ബന്ധപ്പെട്ടൊരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതെന്താണത്? ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് ആൾക്കാർ ആനക്കാരന് മദ്യം മേടിച്ചു കൊടുത്ത് ആന കണ്ടമാനം ഉപദ്രവിച്ചു. നമ്മളെ തകർക്കാൻ വേണ്ടി, തറവേറ്റിക്കാൻ വേണ്ടി. പക്ഷെ ആനക്കാരൻ മദ്യം കഴിച്ച് ആന ഉപദ്രവിച്ചു. ഇദ്ദേഹമായിരുന്നു ആനക്കാരൻ? ഇദ്ദേഹമല്ല. ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് പിറ്റേ ദിവസം തന്നെ അങ്ങോട്ട് പോവുകയും ചെയ്തു. ചേട്ടൻ എവിടെ താമസിക്കണത്? ഞാൻ തൃക്കാരിയൂർ, കൊലമംഗലം. തൃക്കാരിയൂർ. എത്ര വർഷമായി ഈ ഫീൽഡിലേക്ക് ആന പാപ്പാനായിട്ട്? 35 വർഷമായി. 35 വർഷമായി. ഇവന്റെ പാപ്പാനായിട്ട് ഒരു കൊല്ലമായി. നിങ്ങൾ തമ്മിലുള്ള ഇതെങ്ങനെയാണ് കെമിസ്ട്രി? ആനാന്ന് പറഞ്ഞാൽ ഇതിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രശ്നക്കാരൻ ആനയല്ല. ആര് വന്നാലും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു ആന, അങ്ങനെ ഒരു അപകടകാരിയല്ല. അതുകൊണ്ടല്ലേ ഞാനൊക്കെ ഇങ്ങനെ തൊട്ടടുത്ത് ഈ കൊമ്പിന്റെ ഇടയിൽ നിൽക്കണം. അത് കാരണം കൊണ്ടു നടക്കാനൊക്കെ എല്ലാ സുഖമാണ്. മധുചേട്ടനെ സംബന്ധിച്ചാണെങ്കിലും ആനയെ കുറിച്ച് അറിയാവുന്ന കാരണം നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. അതൊരു ഇതുണ്ട്. എന്തായിരുന്നു അതിന്റെ അനുഭവം? ബാഹുബലിയുടെ ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്ത് പോയിട്ട് അവര് ഗ്രാഫിക്സ് ചെയ്തതൊക്കെ നമുക്കൊരു നമുക്കൊരു 3 ദിവസത്തെ ഇതുണ്ടായുള്ളൂ. ഈ ബാഹുബലി കൂടാതെ വേറെ ഏതൊക്കെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്? സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ കൂടെ ചന്ദ്രോത്സവം. ചന്ദ്രോത്സവത്തില്. പിന്നെ ജയറാമിന്റെ കൂടെ ഉണ്ട്. പിന്നെ ഷാരൂഖ് ഖാന്റെ കൂടെ ദിൽസെ. അപ്പൊ ഇത്രയൊക്കെ സിനിമയിലൊക്കെ അഭിനയിച്ചത് കൊണ്ട് ഈ കാളിദാസിന് നല്ല ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടാവല്ലോ. ആനയല്ലേ, ആനയ്ക്ക് എവിടെ നിന്നാണ് ബാങ്ക് ബാലൻസ്? എന്തായാലും ഇത്രയും നേരം കാളിദാസിനോടൊപ്പം ചിലവഴിക്കാനും അവൻ്റെ വിശേഷങ്ങളും വിവരങ്ങളൊക്കെ നിങ്ങളിലൂടെയൊക്കെ അറിയാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷം. അപ്പോൾ ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിക്കട്ടെ, കൂടുതൽ ഉത്സവങ്ങളിൽ പങ്കെടുത്ത് മികവുറ്റ ആനയായിട്ട് വീട്ടിൽ തെളിയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.